ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടൈപ്പിംഗ് കാർണിവൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രാമയാണ് കാണാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. അവളുടെ പേര് മീര എന്നാണ് കേട്ടോ. അവളിപ്പോൾ പുതിയൊരു ഹോസ്റ്റലിലേക്ക് വരുന്നുണ്ട്. ആൾക്ക് ഹോസ്റ്റലിൽ വന്ന് നിന്ന് പഠിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രേതം ഭൂതം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവളെ ഓടി ഒളിക്കുമായിരുന്നു. അത്രയ്ക്ക് പേടിയായിരുന്നു അവൾക്ക് ഇതൊക്കെയെന്ന് പറയുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ എന്തായാലും ഒറ്റയ്ക്കായിരിക്കുമല്ലോ റൂമിൽ നിൽക്കാണ്ട് വരുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ള പേടി അവൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാരോടൊക്കെ പറയുന്നുണ്ട്, അമ്മ പ്ലീസ് നമുക്ക് വീട്ടിൽ പോകാം, എനിക്കിവിടെ നിൽക്കണ്ട, പ്ലീസ് അമ്മ പ്ലീസ്, എനിക്ക് നിൽക്കാനായിട്ട് പേടിയാന്ന് പറയുമ്പോൾ, നീ എന്താ കൊച്ചു കുട്ടിയാണോ, ഇത്രയും വളർന്ന് വലുതായില്ലേ, ഇനി നീ ഒറ്റയ്ക്കൊക്കെ നിന്ന് പഠിക്കണം, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിന്നെ ഇവിടെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചത്. നീ ഞങ്ങൾ പറയുന്നത് മാത്രം കേട്ടാൽ മതി. സ്വസ്ഥതയോടെ പ്രാർത്ഥിച്ച് പോയി ചെന്ന് കിടന്നുറങ്ങിയാൽ നല്ലോണം ഉറക്കം കിട്ടും. അതുപോലെ നന്നായിട്ട് പഠിക്കുകയും വേണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ആക്കിയിട്ട് അവർ പോകാൻ നിൽക്കുന്ന സമയത്ത് അച്ഛന് ഭയങ്കര സങ്കടമായിരുന്നു. അയാളാണെങ്കിൽ നിന്ന് കരയുന്നുണ്ട്. അവൾ പോകുന്ന പോക്കിൽ നോക്കിയിട്ട്, മോളെ കറക്റ്റ് സമയത്ത് പല്ല് തേക്കണം, ഫുഡ് കഴിക്കണം, പിന്നെ ഒരു കാര്യം, പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കിടന്നുറങ്ങിക്കൊള്ളണം, അല്ലെങ്കിൽ നിനക്ക് ഉറക്കം വരത്തില്ല, രാവിലെ ഉറപ്പായിട്ടും വിളിക്കണേന്ന് പറഞ്ഞ് കരഞ്ഞോട് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഇവളുടെ അമ്മ, പിന്നെ അവൾ കല്യാണം കഴിഞ്ഞ് ദൂരെ എങ്ങോട്ടോ പോകുന്ന പോലെയാണല്ലോ നിങ്ങളുടെ യാത്രയപ്പ് കണ്ട, വലിയ കുട്ടികളായ അവരെ നമ്മൾ കുറച്ച് ധൈര്യത്തോടൊക്കെ വളർത്തണം, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കി, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അയാളെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. ഹോസ്റ്റലിൽ ചെന്നപാടെ ആ ഹോസ്റ്റലിലെ ഓണറായിട്ടുള്ള അയാളെ പിടിച്ചിരുത്തിയിട്ട്, ഇവിടെ എങ്ങനെയാണ് ഹോസ്റ്റലിൽ ആരെങ്കിലും തൂങ്ങി മരിച്ചോ, ആരെങ്കിലും പ്രേതത്തെ കണ്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതുവരെ ആരും കണ്ടിട്ടുമില്ല, അങ്ങനത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞങ്ങളുടെ ഹോസ്റ്റലിലില്ല എന്ന് പറയുമ്പോൾ, ഇവരുടെ മകനാണെങ്കിൽ ഇവിടെ പിശാചായിട്ട് എൻ്റെ അമ്മ അല്ലാതെ വേറെ ആരും ഇല്ലയെന്ന് പറയുന്നുണ്ടായിരുന്നു. അടക്കിടാന്ന് പറഞ്ഞുകൊണ്ട് ഇവരും പറയുന്നുണ്ട് തിരിച്ച്. നേരെ റൂമിലേക്ക് പോയ മീരയ്ക്കാണെങ്കിൽ ഒരു സമാധാനവും വരുന്നുണ്ടായിരുന്നില്ല. രാത്രി അവരെന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളുടെ ഓപ്പോസിറ്റ് റൂമിൽ ഒരു പെൺകുട്ടിയെ കോൾ ചെയ്തിട്ട് ആ റൂമിൽ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ള തിരക്കുമ്പോൾ അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവിടെ വർഷങ്ങൾക്ക് മുന്നേ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്താന്ന് പറഞ്ഞിട്ട്. ഇവൾക്കിത് കേൾക്കുമ്പോൾ ആകെ പേടിയാകുന്നുണ്ട്. ഇവൾ താഴെ ഇരുന്നിട്ട് ആ റൂമിലേക്ക് നോക്കുമ്പോൾ അതുവഴി ആരോ നടക്കുന്ന പോലെ ഇവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൾ നേരെ ഇവളുടെ റൂമിലേക്ക് പോയിട്ട്, ഇന്ന് രാത്രി എന്തായാലും ഇവിടെ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കോൾ ചെയ്ത് വരുത്തുന്നുണ്ട്. അവൾ വന്നിരുന്നിട്ട്, രാത്രിയായല്ലോ അതുകൊണ്ട് തന്നെ കുറേ പ്രേതകഥകൾ പറഞ്ഞും കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ഹൊറർ മൂവി ഇരുന്ന് കാണുന്നുമുണ്ട്. നിന്നെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത് എൻ്റെ പേടി മാറ്റാനായിട്ടാണ്, പക്ഷേ നീ ഇത് എന്തേ കാണിക്കുന്നത്, ഇത് ഓഫ് ചെയ്ത് വന്ന് കിടക്കാനായിട്ട് നോക്കുമെന്ന് പറയുമ്പോൾ, എടി എനിക്ക് ഈ ഹൊറർ മൂവീസായിട്ട് കണ്ടാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ, നിനക്ക് വേണമെങ്കിൽ ഇരുന്ന് കാണും, ഇല്ലെങ്കിൽ നീ മാറി കിടന്ന് ഉറങ്ങാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ വേറെ നിവൃത്തിയില്ലാതെ മീരിയം വന്നിട്ട് ആ മൂവി കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ കണ്ട് പകുതിയോളം കഴിയുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് വിളിക്കുകയെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. മീരയാണെങ്കിൽ അപ്പം തന്നെ TV ഓഫ് ചെയ്തിട്ട് വന്ന് കിടക്കുന്ന സമയത്ത് അവൾക്ക് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവൾ ജനലിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരോ ഒരാൾ നിൽക്കുന്നതായിട്ട് ഇവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതോടെ ഇവളെ ബോധം പോയ അവസ്ഥയായിരുന്നു. പേടിച്ച് വിറച്ച് അയ്യോ ഭൂതമെന്ന് വിളിച്ച് അലറിയിട്ട് ദൈവമേ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് FM സ്റ്റേഷനൊക്കെ ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, സമയം രാത്രി 2 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു FM സ്റ്റേഷനും കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവൾ നോക്കി നോക്കി പോകുന്ന സമയത്ത് ഒരാളുടെ സൗണ്ട് ഇവൾ പെട്ടെന്ന് കേൾക്കുന്നുണ്ട്. JK ആണ്, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പേടി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളത് എന്നെ വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം തന്നെ അവരുടെ കോൺടാക്ട് നമ്പർ എടുത്തിട്ട് അവൾ ആ പ്രോഗ്രാമിലേക്ക് കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഹലോ ഹലോ പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യണം, ഞാനിവിടെ ആകെ പെട്ടിരിക്കുക, ഇവിടെ ഒരു റൂമിൽ പ്രേതം ഉണ്ടെന്ന് പറയുമ്പോൾ, പ്രേതവും, നിങ്ങൾ പേടിക്കേണ്ട, കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് പറയുന്നതായിട്ട് JK പറയുന്നുണ്ടായിരുന്നു. അത് ഞാനിവിടെ ഹോസ്റ്റലിൽ ഇന്ന് ആദ്യമായിട്ട് വന്നതാണ്, എൻ്റെ ഫസ്റ്റ് ഡേ ഈ ഹോസ്റ്റൽ റൂമിൽ. പക്ഷേ ഇവിടുത്തെ വിൻഡോയിലാണെങ്കിൽ എന്തോ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുക, അത് ഉറപ്പായിട്ട് പ്രേതം തന്നെയാന്ന് പറയുമ്പോൾ, നമ്മളൊന്നും കാണാതെ അതിന് മുന്നേ ആയിട്ട് അത് തന്നെയാന്ന് പറഞ്ഞ് വിലയിരുത്തേണ്ട ആവശ്യമില്ല, നീ പേടിക്കേണ്ട, പതുക്കെ അടുത്തേക്ക് പോകും, അതൊക്കെ നിനക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കും, പതുക്കെ ആ വിൻഡോ മാറ്റി നോക്കുമ്പോൾ നിൻ്റെ ഈ പേടിയെല്ലാം പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ധൈര്യം പകർന്നു കൊടുത്തിട്ട് മീര നേരെ പതുക്കെ പതുക്കെ പേടിച്ച് നടന്നു പോയിട്ട് ആ വിൻഡോ ഇങ്ങനെ മാറ്റി നോക്കുന്ന സമയത്ത് ഒരു ഹാങ്ങർ കിടന്ന് ആടുന്നുണ്ടായിരുന്നു. ആ ഹാങ്ങർ കാറ്റത്ത് കിടന്ന് ആടിയതുകൊണ്ടായിരുന്നു ഇവൾക്ക് പേടി തോന്നിയിട്ടുണ്ടായിരുന്നത്, ആരോ നിൽക്കുന്ന പോലെ. അങ്ങനെ ഇക്കാര്യം മീര നേരെ JKയോട് പറയുമ്പോൾ, ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ നീ വിചാരിക്കുന്ന കാര്യങ്ങളാണെന്ന്, നമ്മൾ അങ്ങനെ എന്തോ ഒരു സാധനം അവിടെ ഉണ്ടോ എന്ന് പറഞ്ഞ് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതങ്ങനെയാണെന്ന് തോന്നിയിട്ട് നമുക്ക് ഒരുപാട് പേടി തോന്നും. അങ്ങനെയൊന്നും പാടില്ല, ധൈര്യത്തോടെ നമ്മളതെന്താണെന്നുള്ളത് പോയി ചെന്ന് നോക്കണം, അപ്പോൾ മാത്രമല്ലേ നമ്മുടെ പേടി പോകത്തുള്ളൂ. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവൾക്ക് ഇവൻ്റെ ഈ സംസാരം കേൾക്കാനായിട്ട് ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു. ഈ രാത്രി മുഴുവനും ഇവനോട് സംസാരിക്കണമെന്ന് ഇവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പ്രോഗ്രാമാണല്ലോ, അതുകൊണ്ട് തന്നെ കോൾ കട്ട് ചെയ്തിട്ട് ഇവൾ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിലും രാത്രി ഇവൻ്റെയൊക്കെ ഓരോ സ്വപ്നങ്ങളായിരുന്നു നമുക്ക് വന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവൻ്റെ മുഖം എന്താണെന്നൊന്നും ഇവൾക്ക് അറിയത്തില്ല, പേര് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ.
പിറ്റേ ദിവസം രാവിലെ നേരെ കോളേജിലേക്ക് പോകുമ്പോൾ ഇവളുടെ ഫ്രണ്ടിനോട് ഇക്കാര്യം പറയുന്നുണ്ട്. എടി, എനിക്ക് തോന്നുന്നു നീ സംസാരിച്ച ഏതോ പ്രേതത്തോടാണ്, അല്ലെങ്കിൽ പിന്നെ ഈ 3 മണിക്കൊക്കെ ഏത് സ്റ്റേഷനാണ് ഇങ്ങനെ പ്രോഗ്രാമൊക്കെ നടത്തുന്നത്, അതുകൊണ്ട് നീ ഒന്ന് അലർട്ടായിട്ടിരിക്കുന്ന അല്ലാതെയാണെന്ന് പറയുമ്പോൾ ഈ പൊട്ടിയാണെങ്കിൽ അത് വിശ്വസിക്കുന്നുണ്ട്. ദൈവമേ, ഇനി ഞാൻ സംസാരിച്ചതുപോലെ പ്രേതത്തോട് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവക്കും പേടി തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ലൈബ്രറിയിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടിട്ട് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ, ബാക്കിയുള്ളവർ കൂടെ നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ചാടുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ JK ആയിരുന്നു. അവനും ഈ സെയിം കോളേജിൽ തന്നെയാണ് കേട്ടോ പഠിക്കുന്നത്. ഉടനെ മീരയുടെ ഫ്രണ്ടാണെങ്കിൽ നിനക്ക് കിടന്നുറങ്ങണമെങ്കിൽ വീട്ടിൽ പോയി ചെന്ന് കിടന്നുറങ്ങിയാൽ മതി, ഞങ്ങൾക്ക് പറ്റത്തില്ല സംസാരിക്കാതിരിക്കാനായിട്ട് പറഞ്ഞ് തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരോടൊക്കെ എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ലാന്ന് മനസ്സിലാക്കുമ്പോൾ JK അവിടെ നിന്ന് പോകുന്നുണ്ട്. മീര എന്നേരം ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, എടി, അവനെ കണ്ടാലേ അറിയൊരു റൗഡിയാണെന്ന്, നമ്മളെന്തിനാ അവരോട് അങ്ങോട്ട് കയറി പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്, അവൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഇനി നീ തിരിച്ച് റിയാക്ട് ചെയ്യാനൊന്നും പോകണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം മേരയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, അയ്യേ, നിനക്ക് ഇവനെ പറ്റി അറിയാത്തതുകൊണ്ടാ, ഇവൻ ഫ്രോഡൊന്നുമല്ല, പഞ്ചപാവമെന്ന് പറയുമ്പോൾ ഇത് JKയുടെ ഒരു ഫ്രണ്ട് കേട്ടിട്ട് നേരെ JKയോട് പോയി പറയുന്നുണ്ട്, എടാ, കുറച്ച് മുന്നേ നീ ഏതെങ്കിലും പെൺകുട്ടികൾ അടി ഉണ്ടാക്കാനായിട്ട് നോക്കിയെന്ന് പറയുമ്പോൾ എന്ത് പറ്റി, അവരവിടെ ഇരുന്ന് ഭയങ്കര സംസാരമായിരുന്നു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സംസാരിക്കാതിരിക്കാനേ പറഞ്ഞോളെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ നാളുകൊണ്ട് ഞാനൊരു പെൺകുട്ടിയെ നോക്കുന്നുണ്ടെന്ന്, അതിൽ ഒരു പെണ്ണിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതെന്ന് പറയുന്നുണ്ടായിരുന്നു. അവനും അത് വലുതായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അന്നേ ദിവസം രാത്രി മീര റൂമിൽ പോയിരുന്നിട്ട് കറക്റ്റ് 3 മണിയാകുമ്പോഴത്തേക്കും ഏതാണ് FM സ്റ്റേഷൻ പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവളെ എങ്ങനെയൊക്കെ നോക്കിയിട്ടത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവളുടെ പേടി മുഴുവനും ഇവൾ സംസാരിച്ചത് പ്രേതത്തോടെ തന്നെയായിരുന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെ നോക്കി പോകുമ്പോഴത്തേക്കും പിന്നെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ന് രാത്രി എന്തെങ്കിലും പേടി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പേടി തോന്നുന്ന കാര്യം എന്നെ വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് നമ്പറും പറയുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ മീരയാണെങ്കിൽ ആ പ്രോഗ്രാമിൽ വിളിക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ ഫസ്റ്റ് കോൾ ചെയ്തിരുന്നത് മീരയായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ വിളിച്ച പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവിടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നെന്താണ് പേടി തോന്നിയെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒരു താങ്ക്സ് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയുന്നുണ്ട്. അത് സാരമില്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം പേടി തോന്നുന്നത്? ഐ മീൻ, നീ ചെറുപ്പത്തിലെ അങ്ങനെ എന്തെങ്കിലും കണ്ടതായിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ കാര്യം പറയുന്നുണ്ട്. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് അമ്മ എപ്പോഴും എന്നെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. പുറത്തേക്ക് എവിടെയെങ്കിലും കളിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നിന്നെ ഭൂതം പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയും. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ബെഡ്ഷീറ്റ് നേരെ മൂടിച്ചില്ല എന്നുണ്ടെങ്കിൽ കാലിൽ ഭൂതം പിടിച്ച് വലിക്കുമെന്ന് പറയും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അമ്മേനെ എപ്പോഴും പേടിച്ച് വെക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പേടി ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. ഭൂതവും പ്രേതവും മാത്രമല്ല, എനിക്ക് ബ്ലഡ് പേടിയാണ്, ഇരുട്ട് പേടിയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് പേടിയാന്ന് പറയുമ്പം അയ്യേ, ഇത്രയും വലുതായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പേടിക്കാവോ? ചെറുപ്പത്തിലേ നമുക്ക് സ്വാഭാവികമായിട്ടും പേടി തോന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളോട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? വളർന്നു വരുമ്പോൾ പതുക്കെ നമുക്ക് തന്നെ ധൈര്യം കൊടുത്ത് അത് മാറ്റി വരണം. എന്നാലേ നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്ന സമയം വരുമ്പോഴും നമുക്കതൊക്കെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ അന്ന് രാത്രിയും ആ പ്രോഗ്രാമിൽ അത്യാവശ്യം കുറച്ച് നീളം തന്നെ ഇവർ സംസാരിച്ചിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം മീരയ്ക്ക് എങ്ങനെയെങ്കിലും ഇവൻ്റെ അക്കൗണ്ട് തപ്പിപ്പിടിക്കണമായിരുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് അവൻ്റെ അക്കൗണ്ട് തപ്പിപ്പിടിച്ച് അവനൊരു റിക്വസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ ഇവൾ മുഴുകിയിരുന്നത് കൊണ്ട് തന്നെ ചുറ്റും നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നില്ല. ആ സമയം പെട്ടെന്ന് ഇവളൊരു കാർ ഇടിക്കാനായിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് JK ഇവളെ പിടിച്ച് മാറ്റിയിട്ട്, നിനക്ക് കണ്ണില്ലേ, ഇങ്ങനെ ഫോൺ നോക്കി നടന്നു കഴിഞ്ഞാൽ ചുറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട് പറ്റത്തില്ല, ഞാൻ കാണാതിരുന്നെങ്കിൽ ഇപ്പം നീ ഇവിടെ ചതം നിറഞ്ഞ് കടന്നേരെന്ന് പറയുമ്പോൾ മതി, കൂടുതൽ ഷോ ഒന്നും വേണ്ട, ഞാൻ ശ്രദ്ധിച്ച് തന്നെയാണ് വന്നത്, നീ എന്നെ പിടിച്ച് മാറ്റിയില്ലെങ്കിലും എനിക്ക് മാറാനായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ അയ്യോ, നിന്നോടൊന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലാന്ന് പറഞ്ഞിട്ട് ഇവൻ നേരെ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. കൂട്ടത്തിൽ മീരയും പോകുന്നുണ്ട്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരു ക്ലാസ്സിലായിരുന്നു കേട്ടോ. പക്ഷെ രണ്ടുപേർക്കും രാത്രി ഉറക്കമെന്ന് പറയുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ രണ്ടുപേരും ക്ലാസ്സിൽ വന്ന് കിടന്ന് നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട്. JK ഇടയ്ക്ക് ഉണർന്ന് നോക്കുമ്പോൾ ഇവൾ അടുത്ത് കിടക്കുന്നവൻ കാണുന്നുണ്ട്. നോക്കുമ്പോൾ ഇവൾ കണ്ണട വെച്ചിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ ഭാവം തോന്നിയിട്ട് ആ കണ്ണട എടുത്ത് മാറ്റുന്നുണ്ട്. എന്തായാലും ഇതൊരു കോമഡി പീസ് തന്നാന്ന് തോന്നുമെന്ന് പറഞ്ഞിട്ട് ഇവർ പിന്നെയും കിടന്നുറങ്ങുന്നുണ്ട്. ആ സമയത്ത് സാർ ഇത് കണ്ടുവന്നിട്ട് ഇവർ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. രാത്രി വല്ലവന്മാരോട് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് കിടന്നുറങ്ങിക്കോളും. രണ്ടുപേരും ഇപ്പം തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും പുറത്താക്കുമ്പോൾ മീര നേരെ വന്നിട്ട്, നീ കാരണം സാർ ഇപ്പം എന്നെ വഴക്ക് പറഞ്ഞത്, നിന്നെ കണി കൊണ്ടുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്നത്തെ ദിവസം പോയെന്ന് പറഞ്ഞിട്ട് വെറുതെ JK കുറ്റപ്പെടുന്നുണ്ടായിരുന്നു. അല്ല, നീ ഇതെന്തിനാ എന്നെ വഴക്ക് പറഞ്ഞത്? നീ ക്ലാസ്സിൽ കിടന്നുറങ്ങിയത് കൊണ്ടല്ലേ സാർ നിന്നെ പുറത്താക്കിയത്? അതിലൂടെ ഞാൻ എന്ത് തെറ്റ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അങ്ങനെയൊന്നുമല്ല, ഞാൻ രാവിലെ വന്നപ്പോൾ നിന്നെയല്ലേ കണി കണ്ടുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് കയറിയത്, അപ്പോഴേ ഞാൻ വിചാരിച്ചതാ എൻ്റെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയുന്നുണ്ട്. അയ്യോ ലൂസ്, എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വൈകുന്നേരം വരെ അടികൂടിക്കൊണ്ട് നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവനും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്. അന്നേ ദിവസം രാത്രി JK നേരെ റേഡിയോ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവൻ ഇഷ്ടമില്ലാത്ത ഒരാളെ കാണുന്നുണ്ടായിരുന്നു. അവനെ കാണുമ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട് വന്ന JKയുടെ മുഖമാകെ വല്ലാണ്ടാകുന്നുണ്ട്. അവനങ്ങനെ പ്രത്യേകിച്ച് അവനെ മൈൻഡ് ചെയ്ത് നേരെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ മീരയ്ക്കാണെങ്കിൽ JKയുടെ മുഖം കാണാതെ സമാധാനം ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരുടെയും ഫേസ് സോഷ്യൽ മീഡിയാസിലുണ്ടെങ്കിലും JKയുടെ മുഖം മാത്രം അവൻ
കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളങ്ങനെ മുഴുവനും സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ JKയുടെ ഫോട്ടോയോ യാതൊന്നും തന്നെ അവൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ സമയം 3 മണിയാകുന്നുണ്ട്. JKയുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി മീര ഫസ്റ്റ് കോൾ ചെയ്യുന്നുണ്ട്. ഹലോ, ഞാൻ മീരയാ. ഞാനൊരു കാര്യം ചോദിക്കാൻ ഇപ്പോൾ വിളിച്ചത്. വേറെ ഒന്നുമല്ല, ബാക്കി എല്ലാ RJയുടെ ഫോട്ടോസ് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ മാത്രം എന്താ നിങ്ങൾ പബ്ലിക്കിൽ ഇടാണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഫേസ് എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. എല്ലാ RJസിനെ പോലെ ഞാനും ആയ അതിലെന്ത് സ്പെഷ്യാലിറ്റി ഉള്ളത്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ സീക്രട്ടായിട്ടിരിക്കുന്നത്. അതിലല്ലേ ഒരു ത്രില്ലുള്ളൂ എന്ന് പറയുമ്പോൾ അത് ശരിയാവത്തില്ല, എനിക്ക് നിങ്ങളെ കാണുമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് മീര പറയുന്നുണ്ട്. അവൻ എന്തൊക്കെ പറഞ്ഞിട്ട് എക്സ്ക്യൂസ് പറയുന്നുണ്ടെങ്കിലും മീര വിടാനേ തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. അവസാനം അവൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിന്നോട്. നീ അതിൽ കറക്റ്റ് ആൻസർ പറയുവാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു സ്കാർഫ് നിനക്ക് ഗിഫ്റ്റായിട്ട് തരാമെന്ന് പറയുന്നുണ്ട്. ഇവൾക്ക് അവൻ യൂസ് ചെയ്യുന്നൊരു പിന്നെങ്കിലും കിട്ടിയാൽ മതിയെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. അവനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അപ്പം തന്നെ ഗൂഗിളിൽ സെർച്ച് നോക്കിയിട്ട് അവൾ ആൻസർ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ JKക്ക് പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ. സ്കാർഫ് തരാമെന്ന് പറഞ്ഞത് കേട്ടതോടെ അവൾ നേരെ ഈ രാത്രി ഒന്നും നോക്കാതെ ഇത്രയും പേടിയുള്ളവർ റേഡിയോ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. ഇവളിവിടെ വരുമെന്നുള്ളത് അവർ നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെ കയറി ഒളിക്കുന്നുണ്ട്. ഇവിടെ വന്ന് എത്തി നോക്കുന്ന സമയത്ത് JKനെ അവിടെ എങ്ങും കാണാനില്ലായിരുന്നു. അവൾക്കാകെ സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കാർഫ് ഒരാളുടെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുമുണ്ട്. അതിനുശേഷം മീര അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളും ഒന്ന് പറയുന്നുണ്ട്, എടാ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ, നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം 3 മണിയാണ്. ആ സമയത്ത് ആരും ഫോൺ ചെയ്യാറേയില്ല. ആകപ്പാടും നമുക്ക് കിട്ടിയ അവളെ മാത്രമോ, അവളെ വെച്ചാൽ ഇപ്പം നമ്മൾ കറക്റ്റ് എല്ലാ ദിവസവും പ്രോഗ്രാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവളിങ്ങനെ വന്നപ്പോഴത്തേക്ക് ജസ്റ്റ് നീ അവളൊന്ന് കാണേണ്ടതായിട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമല്ല, ഇതിനൊക്കെയല്ലോ ഒരു ത്രില്ലുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനോടും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ മീരയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഈ സ്കാർഫ് തരുന്ന സമയത്തെങ്കിലും അവനൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അവളോട് വന്നിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ കോളേജിൽ പോകുമ്പോൾ അവളാകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇവളുടെ ഈ ഫ്രണ്ടിലെ ഇവളൊരു ലെസ്ബിയനാണ് കേട്ടോ. ഇവളൊരു പെൺകുട്ടിയായിരുന്നു സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ ഹാപ്പി ആയിരുന്നു. മീര മാത്രം ഭയങ്കരമായിട്ട് സങ്കടത്തിലിരിക്കുമ്പോൾ, എടി ബ്രേക്കപ്പ് പറ്റിയത് എനിക്കാണ്, പക്ഷേ നീ എന്താ ഈ കപ്പൽ മുങ്ങിയതുപോലെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്നാലും ഞാൻ ഇന്നലെ അവനെ കാണാമെന്ന് വിചാരിച്ചിട്ടാടി അവിടേക്ക് പോയത്. പക്ഷെ അവനെ കാണാനായിട്ട് പറ്റിയില്ല. എന്തോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു പറയുമ്പോൾ, എന്ത് പറ്റി? നിനക്ക് ഇത്രയും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ നീ എന്താ അവനെ പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാറുണ്ടല്ലോ, ജസ്റ്റ് അവനൊന്ന് കാണുമെന്നുള്ള ആഗ്രഹം, അതിപ്പോൾ നിനക്കായിരുന്നാലും തോന്നത്തില്ലേ, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ക്ലാസ് നടത്താനായിട്ട് ടീച്ചർ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്, എടി ഞാൻ ഏറ്റവും പുറകിൽ കിടന്നുറങ്ങാനായിട്ടാണ് പോകുന്നത്, നീ വല്ലതും വിളിച്ച് പറഞ്ഞ് ടീച്ചറിനും എന്നെ കാണിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഇവൾ വിശാലമായിട്ട് പുറകെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പക്ഷേ ഇവളുടെ മനസ്സ് നിറയെ JK കാണണം എന്നൊരൊറ്റ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറക്കത്തിൻ്റെ ഏതോ ഒരു മൂർധന്യ അവസ്ഥയിൽ പെട്ടെന്ന് ഇവിടെ എഴുന്നേറ്റിട്ട് അയ്യോ JK വന്നു എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഇവളുടെ ഈ സൗണ്ട് കേട്ടിട്ട് തൊട്ടടുത്ത് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്ന JKയും ചാടി എണീക്കുന്നുണ്ട്. ടീച്ചർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വന്നിട്ട്, നിങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് ഇത് തന്നെയാണല്ലോ, ഞാനിവിടെ എന്തിനാണ് വന്നത്? നിങ്ങൾക്ക് താരാട്ട് പാടി തരാനാണോ, അതോ ഞാൻ പഠിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നുന്നത്? പഠിച്ച് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സിലിരുന്ന് 4 അക്ഷരം പഠിക്കണം. ഇങ്ങനെ എന്നും വന്ന് കിടന്നുറങ്ങിയിട്ട് പോകാനാണെങ്കിൽ വീട്ടിൽ തന്നെ കിടന്നാൽ മതിയായിരുന്നല്ലോ. ഞാനൊരു കാര്യം പറയാം, വെറും 2 ദിവസം നിങ്ങൾക്ക് സമയം തരും. അതിനുള്ളിൽ നിങ്ങൾ 2 പേരും ഈ പ്രോജക്റ്റ് കറക്റ്റായിട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യണമെന്ന് കൂടെ പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നുണ്ടായിരുന്നു. മീരയാണെങ്കിൽ JKയോട് കാണിക്കുന്ന ദേഷ്യം കണ്ടാത്തൊന്നും അവനാണ് ഇവിടെ പിടിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയെന്ന്. അങ്ങനെ ചാടിത്തുള്ളി അവളെ ബാഗും എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവളുടെ ഫ്രണ്ട് വന്നിട്ട് പറയുന്നുണ്ട്, എടി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്, നീ എപ്പോൾ കിടന്നുറങ്ങിയാലും നിൻ്റെ അടുത്ത് ആ JK ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്ന കാര്യം അവന് ചിലപ്പോൾ നിന്നെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും സ്ഥലം കിടക്കുമ്പോൾ നിൻ്റെ സ്ഥലത്ത് എന്നെ അവൻ വന്ന് കിടന്നുറങ്ങേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അയ്യേ അവൻ അങ്ങനെയൊന്നുമില്ല, നീ വെറുതെ വേണ്ടാത്ത കാര്യം പറയുമെന്ന് പറയുമ്പോൾ, ഞാൻ ഈ ആണുങ്ങളുടെ സ്വഭാവമൊക്കെ കണ്ട് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുക, എന്തോ അവൻ്റെ പെരുമാറ്റ രീതിയൊക്കെ കണ്ടിട്ട് നിന്നോട് എന്തോ ഒരു ഇഷ്ടമുള്ളതുപോലെ എനിക്ക് തോന്നുന്നത്. പിന്നെ നീ കേട്ടിട്ടില്ലേ, ഈ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് അടികൂടുന്നവർ അവസാനമാകുമ്പോൾ പ്രണയിക്കും, അല്ലെങ്കിൽ നീ തന്നെ നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇവളുടെ മനസ്സാകെ കുഴപ്പിച്ച് വിടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് JK വന്നിട്ട് ഹലോ അവിടെ നിൽക്കാനായിട്ട് മീര വിളിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇവനെതിനെ എന്നെ വന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ ഇവൻ നേരെ അടുത്ത് വന്ന് ഇവളെ പിടിച്ച് ചുവരോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കണ്ണും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മീരയ്ക്കാണെങ്കിൽ ഇവൻ എന്നെ പ്രപ്പോസ് ചെയ്യാനായിരിക്കുമോ വന്നെന്ന് പറഞ്ഞ് ടെൻഷനിൽ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ ഇഷ്ടമാണ്, എൻ്റെ കോൺടാക്ട് നമ്പർ തരുമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ അന്തം വിട്ട് ഇവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് JK വന്ന് പിന്നെ ഹലോ നീ ഇത് എവിടെ ശ്രദ്ധിച്ച് നിൽക്കുന്നത് പറഞ്ഞ് പിന്നെയും ചോദിക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഈ നടന്നല്ല ഇവൾ സ്വപ്നം കണ്ടതാണ് കേട്ടോ. നീ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്ന കൂട്ടത്തിൽ എൻ്റെ പേഴ്സ്, എൻ്റെ ഫോണ്, എൻ്റെ കുറച്ച് സാധനങ്ങൾ എൻ്റെ ബാഗിനകത്ത് ആയിട്ടുണ്ട്, അതെല്ലാം എടുത്ത് തരാനിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇതാ നീ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഈ ബാഗ് നേരെ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇവൻ ഈ ബാഗിനകത്ത് നിന്ന് ഇവൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുന്ന കൂട്ടത്തിലായിരുന്നു ഒരു കാര്യം ഇവൻ കാണുന്നത്. വേറെ ഒന്നുമല്ല, ഇന്നലെ രാത്രി നമ്മുടെ മീര മേടിച്ചുകൊണ്ട് പോയ ആ സ്കാർഫ്. അപ്പം തന്നെ ഇവൻ്റെ കിളി പറന്നു പോകുന്നുണ്ടായിരുന്നു.
ഈ സ്കാർഫ് എങ്ങനെ നിൻ്റെ കയ്യിലെത്തിയെന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ ഒരു ഫ്രണ്ട് ഒരു ആർജി എനിക്ക് ഗിഫ്റ്റ് ചെയ്താന്ന് പറയുന്നുണ്ട്. അപ്പോഴായിരുന്നു അപ്പോൾ എന്നെ ദിവസവും രാത്രി കിടന്ന് വിളിക്കുന്ന പെണ്ണ് നീയാണല്ലേ, നീ വാ ഇന്ന് കോളി നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് ജയിക്കുന്നവരെ വീട്ടിലേക്ക് പോയിട്ട് അവൻ്റെ ബാഗിലെ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്ത് വെക്കുമ്പോഴായിരുന്നു ഒരു സാധനം മിസ്സായിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രണ്ട് മരിച്ചു പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കടന്നിട്ടായിരുന്നു മരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അന്നേരം അവൻ്റെ കയ്യിൽ കിട്ടുന്ന ഒരു ടാഗായിരുന്നു കേട്ടോ. അതവനോട് ഫുള്ള് നോക്കുന്നുണ്ട്, പക്ഷെ എവിടെയെങ്കിലും കാണാനില്ലായിരുന്നു. പക്ഷെ ആ ടാഗും മീരയുടെ ബാഗിനകത്തുണ്ടായിരുന്നു. അവൾ ഹോസ്റ്റലിലേക്ക് വന്നിരുന്നിട്ട് ബാഗിനകത്തുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റുന്ന ടൈമിലായിരുന്നു ഈ ടാഗ് കാണുന്നത്. അയ്യോ ഈ ടാഗ് ആരുടെയാ, എൻ്റെ ദൈവമേ, ഇനി വല്ല പ്രേതം എൻ്റെ ബാഗിനകത്ത് കൊണ്ട് ഇട്ടതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവൾ അപ്പം തന്നെ ആ ടാഗ് അങ്ങോട്ട് തെറിയുന്നുണ്ട്. എന്നിട്ട് പതിവ് പോലെ മീര കുത്തിയിരുന്ന് ചേക്കിയുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ എൻ്റെ കോൾ എടുക്കാത്ത പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇല്ല വേറെ കോൾസൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ചേക്കി പറയുന്നുണ്ട്. അതെ, എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അന്നേരം ചേക്കിക്ക് ഇവളുടെ മനസ്സിൽ ഇവനെക്കുറിച്ച് എന്താണ്, അതായത് കോളേജിൽ വെച്ചിട്ടുള്ള ആളെയല്ലേ ഇവർക്ക് അറിയത്തുള്ളൂ, അവനെക്കുറിച്ച് എന്താണ് ഇവളുടെ മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് അറിയണമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നിട്ട് കോളേജിൽ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് പറയുമ്പോൾ എന്ത് വിശേഷമാണ്, ഇന്ന് ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിയതുകൊണ്ട് ടീച്ചർ പൊക്കി. കൂട്ടത്തിൽ ഞാൻ മാത്രമല്ല എൻ്റെ ഒരു ശത്രു കൂടെയുണ്ട്, അവനെനിക്ക് കാണുന്നത് പോലും ഇഷ്ടമല്ല, എപ്പം നോക്കിയാലും ചൊറിയാൻ വേണ്ടിയിട്ട് മാത്രം എൻ്റെ അടുത്ത് വരാറുള്ളൂ എന്ന് പറയുമ്പോൾ അവനെക്കുറിച്ച് അവനോട് തന്നെ കുറ്റം പറയുന്നത് കേട്ടിട്ട് നമ്മൾ അങ്ങനെയൊന്നും ആരെക്കുറിച്ചും പറയാനായിട്ട് പാടില്ല, നീ കേട്ടിട്ടില്ലേ, നമ്മുടെ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കണമെന്നാണ് ദൈവം പോലും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആരെക്കുറിച്ചും ഇങ്ങനെയൊന്നും കുറ്റപ്പെടുത്താനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇവന് കേൾക്കുമ്പോഴും അവന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാണ്, പാപചെല്ലിടം പാതാളം നീ കേട്ടിട്ടില്ലേ, അതുകൊണ്ട് തന്നെ ഇനി പ്രോജക്റ്റ് ഞാൻ അവൻ്റെ ഒപ്പം ചെയ്യാനാണ് ടീച്ചർ പറഞ്ഞേക്കുന്നത്. അവൻ്റെ കൂടെ ആ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് തല കറങ്ങുന്നുണ്ട്. അങ്ങനെയൊന്നും നമ്മൾ പറയരുത്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരാളെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കും പ്രേതമൊക്കെ നമ്മളെ പിടിക്കാനായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇവൻ പറയുന്നുണ്ടായിരുന്നു. അയ്യോ നീ അങ്ങനെയൊന്നും പറയാതെ, നിനക്കറിയില്ല എനിക്ക് ഓൾറെഡി പേടിയാന്നുള്ളത്. മാത്രമല്ല ഇന്ന് കോളേജിൽ പോയിട്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് ബാഗ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ആരുടെയോ ഒരാളുടെ ഹോസ്പിറ്റലിലെ ടാഗ് കിടപ്പുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് പേടിയായെന്ന് പറയുമ്പോൾ അത് കേട്ടപ്പോൾ ഇവന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അത് നിൻ്റെ കയ്യിലുണ്ടോ, അതെങ്ങനെ നിൻ്റെ കയ്യിൽ വന്നെന്ന് പറഞ്ഞിട്ട് ഇവനെന്തോ അത്ഭുതത്തോടെ ചോദിക്കുമ്പോൾ അത് നിനക്കറിയാവോ, ഇല്ല അതെങ്ങനെ നിൻ്റെ കയ്യിൽ വന്നെന്ന് ഞാൻ ജസ്റ്റ് ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. എനിക്കും അറിയത്തില്ല, അത് കണ്ടപാടെ ഞാനത് എടുത്തു എറിഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും നീ പറയാതെ, ചിലപ്പോൾ നീ പറഞ്ഞില്ലായിരുന്നോ അവൻ്റെ കുറച്ച് സാധനങ്ങൾ അതിൻ്റെ ബാഗിനകത്ത് ആയിട്ടുണ്ടെന്ന്, അപ്പോൾ അവൻ്റേതായിരിക്കും, നീ അത് സൂക്ഷിച്ച് വെക്ക്, നാളെ അവൻ വന്ന് ചോദിക്കുവാണെങ്കിൽ നിനക്കതെടുത്ത് കൊടുക്കാമല്ലോ, അങ്ങനെ എടുത്ത് കളയരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ അതെടുത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ശേഷം മനഃപൂർവ്വം ഇവൾക്കൂടെ ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെ എന്നാൽ പിന്നെ ശരി, പ്രോഗ്രാം തീർക്കാനുള്ള സമയം ഞാനൊരു പാട്ട് നിനക്ക് ഇട്ടുതരാം, അത് കേട്ട് കിടന്ന് നന്നായിട്ട് ഉറങ്ങാനായിട്ട് പറഞ്ഞിട്ട് അവൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇടുന്നത് ഒരു ഹൊറർ മൂവിയിലെ സോങ് ആയിരുന്നു. ഇവൾക്കാണെങ്കിലൊക്കെ പ്രാന്തെടുക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ കോളേജിലേക്ക് വരുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട് വന്ന് പറയുന്നുണ്ട്, എടി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് പുതിയ ലൈൻ സെറ്റാകാറായി കേട്ടോ, ഞാൻ ഒരു പയ്യനെ കണ്ടായിരുന്നു, എന്ത് ഗ്ലാമറാന്നറിയാം അവനെ കാണാനായിട്ട്, അവൻ്റെ കൂടെ എന്നൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ ഫോട്ടോ കാണിച്ചു തരാനായിട്ട് പറ്റത്തില്ലടി, ഞാൻ ഫോൺ എടുക്കാനായിട്ട് മറന്നുപോയി, നാളെ കൊണ്ടുവരുമ്പോൾ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ചേക്കിയുടെ ഒരു ഫ്രണ്ടില്ലേ അവൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും അവൻ നേരെ മീരയുടെ അടുത്തേക്ക് വന്നിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇതാരോടും പറയരുത്, നിൻ്റെ ഫ്രണ്ട് ലെസ്ബിയൻ അല്ലേ, ഇപ്പോൾ അവൾ പറയുന്നത് കേട്ടു ഏതോ ഒരു ചെക്കനുമായിട്ട് ഇഷ്ടത്തിലാവാൻ പോവുകയാണെന്ന്, ശരിക്കും അവൾക്ക് ഇൻട്രസ്റ്റ് ആൺകുട്ടിയോടാണോ പെൺകുട്ടിയോടാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ ചോദ്യം ഞാൻ അവളോടും ചോദിച്ചിട്ടുള്ളതാണ്, പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു ആൻസർ അവർ പറഞ്ഞിട്ടില്ല. ആര് സ്നേഹിച്ചിരുന്നാലും സ്നേഹം അല്ലാതാവില്ലല്ലോ എന്നാണ് അവളുടെ മറുപടി. ഇവളീ പറഞ്ഞു വെച്ചിട്ട് അവൻ എന്ത് മനസ്സിലായെന്നും ഇവളെന്ത് പറഞ്ഞു എന്നുള്ളത് രണ്ടുപേർക്കും അറിയത്തില്ല. പക്ഷെ അവനിത് കേൾക്കുമ്പോഴത്തേക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം മീര നേരെ ലിഫ്റ്റിലേക്ക് കയറാനായിട്ട് നിൽക്കുന്നുണ്ട്. അന്നേരം ഇവിടേക്ക് ജെയ്ക്ക് വരുന്ന ഇവൾ കാണുന്നുണ്ടായിരുന്നു. ഇവനും കൂടെ കയറി ലിഫ്റ്റിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവള് പെട്ടെന്ന് ലിഫ്റ്റിലേക്ക് കയറിയത് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവൻ നേരെ വന്ന് കാലവിടെ അടുത്ത് വെച്ചിട്ട് നേരെ അകത്തേക്ക് കയറുന്നുണ്ട്. ഇന്നലെ എൻ്റെ ബാഗിൽ നിന്ന് ഒരു ടാഗ് മിസ്സായിട്ടുണ്ടായിരുന്നു, അത് നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. നിൻ്റെ കയ്യിൽ തന്നെ അതുണ്ടെന്ന് എനിക്കറിയാം, മര്യാദയ്ക്ക് എനിക്ക് തിരിച്ചു തരാനായിട്ട് പറഞ്ഞിട്ട് ഇവളുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ലിഫ്റ്റ് ഓപ്പൺ ആകുന്നുണ്ടായിരുന്നു. ആ സമയം അവിടേക്ക് നീ ആരാടാ എൻ്റെ അനിയത്തി കിടന്ന് അടികൂടാനെന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ വന്ന് കയറി വന്ന് ഭയങ്കരമായിട്ട് ജെയ്ക്കോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ആ സമയം മീര വന്നിട്ട് സാരമില്ല വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെയും കുട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മീരയുടെ വീടിനടുത്ത് താമസിക്കുന്ന ചെക്കനായിരുന്നു എന്ന് പറയുന്നത്. ഇവിടെ മീരയുടെ അച്ഛനാണെങ്കിൽ ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് ആളറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നേരെ മീരയുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് തൻ്റെ മകളെ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഒളിച്ചു നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ഈ ഹോസ്റ്റലിൻ്റെ ഓണറാണെങ്കിൽ ഉടനെ ഓടി വന്നിട്ട് നീയല്ലടാ ഇന്നലെ ഞാൻ കഴുകിയിട്ട് ആ നൈറ്റ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത്, നിന്നെ എനിക്കറിയാം, നീ പെരും കള്ളാന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. ശേഷം ആ മാസ്ക് എടുത്ത് മാറ്റുമ്പോഴായിരുന്നു അത് മീരയുടെ അച്ഛനാണെന്ന് ഇവിടെ അറിയുന്നുണ്ടായിരുന്നത്. അയ്യോ ക്ഷമിക്കണം, ഞാൻ ആളറിയാതെ പറഞ്ഞു പോയതാ, ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചൊരു നൈറ്റിയാ, പക്ഷേ ഇന്നലെ അത് ആരും എടുത്തുകൊണ്ട് പോയി, ഞാൻ വിചാരിച്ചത് നിങ്ങളായിരിക്കും എന്ന്, സോറി കേട്ടോ, ഈ മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് വന്നുകൊണ്ട് എനിക്ക് ആളെ മനസ്സിലായില്ലെന്ന് പറയുന്നുണ്ട്. അല്ല ഞാനിവിടെ വന്നത് വേറൊന്നുമല്ല, എൻ്റെ മകൾ എങ്ങനെയാണ് ഇവിടെ
വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതേപ്പറ്റി ഞാൻ എന്ത് പറയാനാണ്, രാത്രിയൊന്നും അവൾക്ക് ഉറക്കമില്ലെന്നാണ് തോന്നുന്നത്. എപ്പോൾ നോക്കിയാലും റൂമിൽ ലൈറ്റ് കാണും. മാത്രമല്ല രാത്രി ആരോടും സംസാരിക്കുന്നുണ്ട്. പിന്നെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ, പ്രായം അതല്ലേ, ഞാനും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് നമ്മളൊന്നും അതൊന്നും പറയാനായിട്ട് പോകണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മീരയുടെ അച്ഛനൊക്കെ ടെൻഷൻ ആകുന്നുണ്ടായിരുന്നു. നേരെ വീട്ടിലേക്ക് വന്നിട്ട്, മോളെ സൺഡേ നീ വീട്ടിലേക്ക് വരണം, ഹോസ്റ്റലിൽ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ നിനക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ നീ വീട്ടിൽ വാ, നമുക്ക് ഇവിടെ നിന്ന് കോളേജിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. സാരമില്ല അച്ഛാ, എനിക്കിവിടെ ഓക്കെയാണ്. മാത്രമല്ല സൺഡേ എനിക്ക് എന്തായാലും വീട്ടിലേക്ക് വരാനായിട്ട് പറ്റത്തില്ല, ഒരു പ്രോജക്റ്റിൻ്റെ ആവശ്യമായിട്ട് പ്ലാനറ്റോറിയം വരെ പോകണം, അതുകൊണ്ട് ഞാൻ വേറൊരു ദിവസം വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് ആകെ ടെൻഷനായിട്ട്, ഉറപ്പായിട്ടും അവളുടെ ബോയ് ഫ്രണ്ട് കൂടെ തന്നെയായിരിക്കും പോകുന്നത്, എനിക്കെന്തോ പേടിയാകുമെന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് പറയുമ്പോൾ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, അവൾ പറഞ്ഞില്ല പ്രോജക്റ്റിൻ്റെ കാര്യമായിട്ടാണ് പോകുന്നതെന്ന്, പിന്നെ എന്തിനെങ്കിലും ടെൻഷൻ അടിക്കാൻ ചോദിക്കുമ്പോൾ, അല്ല നീയും പണ്ട് പ്രോജക്റ്റിൻ്റെ കാര്യമെന്ന് പറഞ്ഞിട്ടല്ലേ എൻ്റെ ഒപ്പം കറങ്ങാനായിട്ട് വന്നിരുന്നത്, അത് ഓർക്കുമ്പോൾ അവർ പേടിയെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സീൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ സൺഡേ JKയും മീരയും കൂടെ ആ പ്രോജക്റ്റിൻ്റെ ആവശ്യത്തിൽ ഒരു പ്ലാനറ്റോറിയത്തിലേക്ക് വരുന്നുണ്ട്. JK രാവിലെ വന്നിരിക്കുന്നുണ്ട് മീരയെ വെയിറ്റ് ചെയ്തിട്ട്. പക്ഷെ അവൾ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ലേറ്റ് ആയിട്ട് അവളും വരുന്നുണ്ട്. സോറി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി എന്ന് പറഞ്ഞിട്ട് ആ ടാഗ് അവന് തിരിച്ചേൽപ്പിക്കുന്നുണ്ടായിരുന്നു. അവനത് കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട്. അല്ല ഈ ടാഗ് കിട്ടിയപ്പോൾ നിനക്ക് ഇത്ര സന്തോഷമുണ്ടല്ലോ, ഇത് ആരുടെ ടാഗാന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല, എത്ര നേരം മനുഷ്യനെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്, നിനക്ക് കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടായിരുന്നു പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അതേ പറ്റിയിട്ടൊന്നും നീ പറയാതെ, ഞാൻ രാത്രി ഒന്നും ഉറക്കമില്ലാതെ ഇരിക്കുന്നത്. ഞാൻ താമസിക്കുന്ന ഹോസ്റ്റൽ നമ്പറെന്ന് പറയുന്നത് 11. ആ 11 എന്ന് പറഞ്ഞ നമ്പർ പ്രേതത്തിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള നമ്പറാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അതിനകത്ത് കടന്നിട്ട് നേരെ ഉറങ്ങാനേ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ, നീ അതൊന്നും പറയാതെ, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മെയ് 11. 11-ാം തീയതി ജനിച്ച ഞാനാണെങ്കിൽ ഇതുവരെ ജീവിച്ചിരിക്കുന്നില്ലേ, അതുകൊണ്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ നീ വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ അവൾക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. മുന്നേ JKയോട് ഫോണിൽ സംസാരിച്ച സമയത്ത് അവൻ്റെ ബർത്ത്ഡേയും 11-ാം തീയതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ആലോചിച്ചിട്ട്, ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് സ്വീറ്റ്സ് മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് സ്നാക്സൊക്കെ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇവർ രണ്ടുപേരും കൂടെ നേരെ പ്ലാനറ്റോറിയത്തിലേക്ക് കയറുന്നുണ്ട്. അതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ മീരയ്ക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. ആ സമയം അവൻ ഇട്ടിട്ട് വന്നൊരു ജാക്കറ്റ് അവൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും പ്രോജക്റ്റൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. JK അതിലേക്ക് കയറുമ്പോൾ തന്നെ ഉറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഉറങ്ങി നേരെ അവളുടെ തോളിലേക്ക് വന്ന് വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ അവളെന്തോ ചിരിച്ചുകൊണ്ട് അവളുടെ തോളത്തിങ്ങനെ കടത്തുന്നുണ്ട്. അതിനുശേഷം പ്രോജക്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത്, എണീക്കാനായിട്ട് നിൽക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ ഇങ്ങനെ ടച്ചാകുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം മീര അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ ഈ ബാഗിൻ്റെ വള്ളിയാണെങ്കിൽ അവിടുത്തെ ചെയറിലിങ്ങനെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ എണീറ്റ് പോകാനായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഈ കുടുങ്ങിയ വള്ളി ഇവളെ പിറകിലോട്ട് വലിച്ചിട്ട് ഇവൾ നേരെ JKയുടെ മടിയിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് എങ്ങനെയൊക്കെ എണീക്കാനായിട്ട് നോക്കിയിട്ടും അത് ആ ബാഗിൻ്റെ വള്ളി അവിടെ നിന്ന് ഇളകി വരുന്നുണ്ടായിരുന്നില്ല. അയ്യോ എൻ്റെ അമ്മേ, നീ എന്തൊരു വെയിറ്റാ, കാണുന്ന പോലെയല്ല, നല്ല തീറ്റയാണല്ലേ, നിൽക്ക് ഞാനത് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ തന്നെ അത് എടുത്തു കൊടുത്തിട്ട് രണ്ടുപേരും അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും കാണാതെ അവിടെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടായിരുന്നു. മീര ഇത് കാണുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുവന്ന് അവനെ കരയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗെയിംസൊക്കെ പറഞ്ഞു കൊടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ശേഷം JK വന്നിട്ട് പറയുന്നുണ്ട്, മോനെ ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ നമ്പറെങ്കിലും നീ ഇങ്ങനെ പഠിച്ച് വെക്കണം. അപ്പോൾ ഇങ്ങനെ അഥവാ അവരെ കാണാതാവുകയാണെങ്കിൽ നിനക്ക് അവരെ കോൾ ചെയ്യാമല്ലോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് കൊച്ചുകുട്ടിയുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട്, ഇവനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പോകുന്നതിന് മുന്നോടിയായിട്ട്, നിങ്ങൾ നല്ല കപ്പിൾസാട്ടോ, നല്ല മാച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ, അയ്യേ ഞങ്ങൾ കപ്പിൾസൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് മീരയും പറയുന്നുണ്ട്. ആ ചെക്കൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയതിന് ശേഷം മീര പറയുന്നുണ്ട്, എന്ത് പറ്റി, നിനക്ക് അവനോട് സംസാരിച്ച സമയത്തൊക്കെ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെ വിഷമം തോന്നാതിരിക്കും, ചെറുപ്പത്തിലെ എന്നെയും എൻ്റെ അച്ഛനും അമ്മയും ഇതുപോലെയായിരുന്നു, ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പോയത്, അന്നോട്ട് ഇന്ന് വരെയും അതിൻ്റെ വേദന എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോൾ ആരുടെ കൂടെയാണ് താമസിക്കുന്നത്? ആരുടെ കൂടെ? ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്, പിന്നെ അതിനും ഒരു സുഖമുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ഇക്കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മേരിക്ക് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, നിനക്കിത് സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് JK എടുത്ത് മേരിക്ക് കൊടുക്കുന്നുണ്ട്. എനിക്ക് സ്വീറ്റ്സ് ഇഷ്ടമാണെന്ന് നിനക്കെങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ, വേറൊന്നുമല്ല, എനിക്ക് സ്വീറ്റ്സ് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും സ്വീറ്റ്സ് കഴിക്കാറുണ്ട്, എസ്പെഷ്യലി രാത്രി, നിനക്കും ഇഷ്ടമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നതെന്ന് പറയുമ്പോഴായിരുന്നു പെട്ടെന്ന് മീര ഒരു കാര്യം ആലോചിക്കുന്നുണ്ടായിരുന്നത്. ഒരു ദിവസം നൈറ്റ് JK ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അവനും സ്വീറ്റ്സ് ഒരുപാട് ഇഷ്ടമാണ്, രാത്രിയൊക്കെ ഇങ്ങനെ കഴിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവൾക്കൊരു സംശയം തോന്നുന്നുണ്ട്, ഇനി ഇവനായിരിക്കുമോ അതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവിടെ ഈ സംശയത്തിലിരിക്കുന്ന സമയത്ത് അവിടേക്ക് മീരയുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. വന്നവിടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, മോളെ ഇവനെയാണോ നീ സ്നേഹിക്കുന്നത് പറഞ്ഞ് ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നച്ഛ നിങ്ങൾ വേണ്ടാത്തൊന്നും പറയാതെ, ഞങ്ങളൊരു പ്രോജക്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് വന്നെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ അച്ഛൻ ഇവിടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ അപ്പം തന്നെ JK പറയുന്നുണ്ട്, എൻ്റെ അങ്കിളെ എനിക്ക് സ്നേഹിക്കണമെങ്കിൽ കുറച്ച് വിവരവും ബുദ്ധിയുള്ളൊരു പെൺകുട്ടി ഞാൻ സ്നേഹിക്കുമായിരുന്നു, എന്തായാലും ഇവിടെ പോലുള്ള ഒരുത്തി എന്തെങ്കിലും സ്നേഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ശേഷം മീരയും അവളുടെ അച്ഛനും അമ്മയും കൂടെ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു.
മോളെ നീ അച്ഛനോട് സത്യം പറയേ, അവനല്ലേ നിൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നച്ഛ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ വേണ്ടാത്ത കാര്യം പറയാതെ. ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രോജക്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്, നിങ്ങളോട് എത്ര തവണ പറയണമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരെ ഒരുവിധം കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അവളുടെ അച്ഛൻ ഇവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഫുഡും കൊണ്ട് നേരെ അവൾ ജേക്ക് അന്വേഷിച്ച് ജേക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ടായിരുന്നു. വരുന്നത് വേറെ ആരുടെയും വണ്ടിയിലല്ല, മീരയുടെ വീടിനടുത്തൊരു ചെക്കനുണ്ടെന്ന് പറഞ്ഞില്ലേ, അന്ന് ആ ലിഫ്റ്റിൽ വെച്ച് കുടുങ്ങിയ സമയത്ത് വന്ന് രക്ഷിച്ച ഒരു പയ്യൻ, ആ പയ്യൻ്റെ വണ്ടിയിലായിരുന്നു. അവൻ വന്നിട്ട് അയ്യേ നീ ഇവനെ കാണാനാണോ വന്നത്, ഇവനെ കാണാനാണ് വരുന്നത് ഞാൻ അറിഞ്ഞില്ലേ, നിന്നെ കൊണ്ടുകൊണ്ട് വരത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ വിട്ടുകള അവൻ എൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. ജേക്ക് ആ സമയത്ത് എന്ത് പറ്റി നീ ഇവൻ്റെ കൂടെയൊക്കെ വണ്ടി കയറി വരുന്നത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് ഫുഡ് കയറാനായിട്ട് വന്നതാ, അപ്പോൾ ജസ്റ്റ് അവനെ കണ്ടു, അതാ അവൻ്റെ വണ്ടി കയറി വന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് വന്നത്, എൻ്റെ അച്ഛനുണ്ടാക്കിയ ഫുഡാണ്, നല്ല ടേസ്റ്റാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫുഡെല്ലാം എടുത്ത് കൊടുക്കുമ്പോൾ അവൻ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അവളതൊക്കെ ആദ്യത്തെ വരി കേൾക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങി തൂങ്ങി വരുന്ന സമയത്ത് ഇവൻ പെട്ടെന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ ഞൊടിക്കുന്നുണ്ടായിരുന്നു. ആ സൗണ്ട് കേൾക്കുമ്പോൾ ഇവളെ ഞെട്ടിയിട്ട് നേരെ ഇവളുടെ മുഖം പോയിട്ട് ആ ഫുഡിലേക്ക് ഇങ്ങനെ അമരുന്നുണ്ടായിരുന്നു. അങ്ങനെ 1-2 ചോറൊക്കെ ഇവളുടെ മുഖത്താകുന്നുണ്ടായിരുന്നു. അത് പതുക്കെ ജേക്ക് വന്ന് എടുത്തു കൊടുക്കുന്നുണ്ട്. അവൾക്ക് എന്തോ വല്ലാണ്ട് തോന്നിയിട്ട് ടിഷ്യൂ എടുക്കാമെന്ന് പറഞ്ഞ് ബാഗിലേക്ക് ഇങ്ങനെ നോക്കാനായിട്ട് താഴേക്ക് നോക്കുന്ന സമയത്ത് ജേക്കയുടെ ബാഗിൽ ഒരു ഹെഡ്സെറ്റ് ഇരിക്കുന്ന ഇവൾ കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഇതുപോലൊരു ഹെഡ്സെറ്റ് അല്ലേ ജേക്കേക്കുള്ളത്, അപ്പം പിന്നെ ശരിക്കും ഇവനായിരിക്കുമോ അത്? അപ്പോഴും അവളത് ആലോചിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ പ്രോജക്റ്റ് ഡിസിഷനൊക്കെ അവിടെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്നത്തെയും പോലെ രാത്രി കോളിംഗ് ഉണ്ടായിരുന്നു. അന്നേരം ഭയങ്കര ഹാപ്പിയിലായിരുന്നു ജേക്ക്. അവനാണെങ്കിൽ ഇന്നേ ദിവസം അവൾ മുഴുവൻ ഇവൻ്റെ കൂടെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ഇവനെക്കുറിച്ച് എന്താണ് അവളുടെ മനസ്സിലുള്ളത് എന്ന് അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലേക്ക് എങ്ങനെയെങ്കിലും സംസാരിച്ച് എത്തണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവളാണെങ്കിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ നിനക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ഇന്നത്തെ ദിവസം എന്താ പ്രോജക്റ്റിൻ്റെ ആവശ്യത്തിനായിട്ട് പ്ലാനറ്റോറിയം വരെ പോയെന്ന് പറയുമ്പോൾ നീ ആരുടെ കൂടെയാണ് പോയത്? ആരുടെ കൂടെ? ഞാൻ പറഞ്ഞില്ലേ ആ ജാടത്തിണ്ടി അവൻ്റെ കൂടെ പോയെന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെയൊന്നും പറയരുത്, ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടില്ലേ, പിന്നെ ഞാൻ എന്ത് പറയാനാണ്? അവനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, വേറെ എന്താണ്, പോയി പ്രോജക്റ്റിൽ നല്ലപോലെ ചെയ്തു, അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിന്ന് പറഞ്ഞിട്ട് അവൾ പിന്നെയും വിഷയം മാറ്റുന്നുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, നിനക്ക് ഈ മൂവീസൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നിനക്കോ? എനിക്കും ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി എന്ന് പറയുന്നത് ഹാരി പോട്ടറില്ലേ അതാണെന്ന് പറയുമ്പോൾ എനിക്ക് ഈ റീസെൻ്റായിട്ട് റിലീസായ ഒരു ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയില്ലേ അതാണെന്ന് പറയുന്നുണ്ടായിരുന്നു ജേക്ക്. അതാണോ? നിനക്കൊരു സർപ്രൈസ് ഞാൻ തരട്ടെ. ആ സിനിമയിൽ അഭിനയിച്ച നായികയെ എനിക്കറിയാം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവർ. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഓട്ടോഗ്രാഫ് മേടിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അവനത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം വരുന്നുണ്ട്. പക്ഷേ ആ ഓട്ടോഗ്രാഫ് ഞാനൊരു സ്ഥലത്ത് വെച്ചേക്കും, നീ അത് അവിടെ വന്ന് എടുക്കണമെന്ന് പറയുന്നുണ്ട്. എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വേറെ എവിടെയോ അല്ല, എൻ്റെ കോളേജ് ലൈബ്രറിയിൽ ഹാരി പോട്ടറിൻ്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, അതിനുള്ളിലായിരിക്കും ആ ഓട്ടോഗ്രാഫ് ഞാൻ വെച്ചിട്ടുണ്ടാവുക, നീ അവിടെ വന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവൾക്ക് എങ്ങനെയെങ്കിലും ഇവൾ വിചാരിക്കുന്ന വ്യക്തി തന്നെയാണോ ജേക്ക് എന്ന് അറിയണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഓട്ടോഗ്രാഫ് എഴുതിയ പേപ്പറുമായിട്ട് വന്ന് നേരെ ആ ലൈബ്രറിയിലെ ഹാരി പോട്ടറിൻ്റെ ടെക്സ്റ്റിനുള്ളിൽ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, എടി നിനക്ക് എങ്ങനെയെങ്കിലും അവനെ കാണണം, നിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്, നിനക്കവനെ ഇഷ്ടമാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല, എന്നാലും ഇത്രനാൾ സംസാരിച്ചതല്ലേ, അപ്പോൾ കാണുമെന്ന് നല്ലതായിട്ട് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വെച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കേട്ടുണ്ട് ജേക്ക് അവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ശരി ഞാൻ പോവാ, എനിക്ക് ഒരാളുമായിട്ട് ചെറിയൊരു കറക്കമുണ്ടെന്ന് പറയുമ്പോൾ ആരുമായിട്ട് നീ എക്കാര്യം ഇതുവരെ എന്നോട് പറഞ്ഞില്ലാന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ആളാരെന്ന് ചോദിക്കുമ്പോൾ ആളാര് വേറെ ആരുമല്ല, നിനക്കറിയാവുന്ന ആൾ തന്നെയാണെന്ന് പറയുന്നുണ്ട്. നോക്കുമ്പോൾ അത് ജേക്കയുടെ ആ ഫ്രണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ റിലേഷനിലാകുന്നുമുണ്ട്, കറങ്ങാനായിട്ട് പോകുന്നുമുണ്ട്. ഇവിടെ ജേക്ക് ആണെങ്കിൽ എങ്ങനെയെങ്കിലും മീര അവിടെ നിന്ന് പോകുമ്പോൾ ആ ടെക്സ്റ്റ് എടുക്കാനായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ മീരയാണെങ്കിലോ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും ജേക്ക് വരുന്നത് കാണുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരടി മാറുന്നുണ്ടായിരുന്നില്ല. കുറേ സമയം നിന്ന് കഴിയുമ്പോൾ ജെക്കിക്കൊക്കെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അവൾ എന്തായാലും അവിടെ നിന്ന് പോകുന്നു തോന്നില്ല, ഞാൻ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് വരുന്നത് വരട്ടെ, അവളിപ്പോൾ ഞാനാണ് ജയിക്കെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച എന്താ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ധൈര്യം സംഭരിച്ച് നേരെ അവിടേക്ക് പോകുന്നുണ്ട്. നേരെ പോയി ആ ടെക്സ്റ്റ് എടുക്കുന്ന സമയത്ത് മീര വന്ന് നീ എന്തിനാ ടെക്സ്റ്റ് എടുക്കുന്നത്, അതവിടെ തിരിച്ച് വെക്കാനായിട്ട് പറയുന്നുണ്ട്. അവളുടെ ആ ഒരു ഭാവമാറ്റമൊക്കെ കാണുമ്പോഴത്തേക്കും എന്തോ ജെയ്ക്കൊക്കെ വല്ലാണ്ടാകുന്നുണ്ടായിരുന്നു. അതായത് താനാണ് ജയിക്കെന്ന് അവൾക്ക് തോന്നിയ സമയത്ത് എന്തോ അവളുടെ മുഖം വല്ലാണ്ട് മാറിയതുപോലെ അവൾക്ക് ഉണ്ടായിരുന്നു. അപ്പം തന്നെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നത്, ഈ ടെക്സ്റ്റ് നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോ, ഞാൻ വേറെ ടെക്സ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ സാധാരണ ടെക്സ്റ്റ് എടുക്കാൻ വരുന്ന പോലെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തോ അവനത് ഭയങ്കര സങ്കടമായിരുന്നു. വീട്ടിൽ പോയിരുന്നിട്ട് അവൻ ഒറ്റയ്ക്കിരുന്ന് പറയുന്നുണ്ട്, ഞാനാണ് ജയിക്കെന്ന് തോന്നിയ സമയത്ത് അവൾക്കെന്തോ ഒരു ഭാവമാറ്റം വന്നല്ലോ, എന്ത് പറ്റിയതായിരിക്കും, അവൾക്കെന്നെ തീരെ ഇഷ്ടമല്ല എന്നാണ് തോന്നുന്നത്, അതുകൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവനാകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. പാവം അന്നേ ദിവസം അവൻ ഷോ പോലും ചെയ്യാനായിട്ട് റേഡിയോ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ഫ്രണ്ടായിരുന്നു അന്ന് ആ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ മീര കോൾ ചെയ്യുന്ന സമയത്ത് അവനവിടെ ഗോവയിൽ ഒരു ട്രിപ്പ് പോയിരിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്.
2 ദിവസമായിട്ട് അവൻ കോളേജിൽ വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം കോളേജിലേക്ക് വരുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നീ ഇത് എവിടെ പോയത് 2 ദിവസം ചോദിക്കുമ്പോൾ, അത് ഞാനൊരു ചർച്ചിൽ പോയതാ, അത് കുറച്ച് ദൂരെയാ, അതാ ഇത്ര ലേറ്റായെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്ക് പിന്നെയും ഇനി ഇവൻ തന്നെ ആയിരിക്കുമോ ഇത്, അവന് 2 ദിവസം കണ്ട നാട്ടിലില്ലാന്നല്ലേ ആ ഫ്രണ്ട് പറഞ്ഞെന്ന് പറഞ്ഞൊരു ഡൗട്ട് തോന്നുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജിക്ക് എവിടെ പോയെന്ന് ചോദിച്ചാൽ അവൻ്റെ ഒരു ഫ്രണ്ടില്ലേ, മരിച്ചുപോയ ഒരു ഫ്രണ്ട്. ആ ഫ്രണ്ട് മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷം തികഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഓർമ്മ ദിവസമായ അന്ന് അവൻ്റെ കലറിയിലേക്കായിരുന്നു അവൻ പോയിട്ടുണ്ടായിരുന്നത്. അവൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് അവൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അന്നേ ദിവസം അതേ പറ്റിയിട്ട് അവൻ പ്രോഗ്രാമിൽ പറയുന്നുമുണ്ട്. എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നടന്ന സമയത്തെല്ലാം എനിക്ക് അവ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ 3 പേരെന്ന് പറയുന്നത് ഒരു മനസ്സും ഒരു ശരീരവും പോലെ കഴിഞ്ഞിരുന്നായിരുന്നു. പക്ഷേ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവനൊരു ആർജി ആവണമെന്നുള്ളത്. എനിക്കതിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളെ കൂടെ അവൻ ആഗ്രഹത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അവനങ്ങനെ ആർജി ആവണം, നമുക്കതേ പറ്റിയിട്ട് പഠിക്കണം, ഇൻ്റർവ്യൂവിനൊക്കെ പോകണമെന്ന് പറയുന്ന സമയത്തും എനിക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവനങ്ങനെ ഒരസുഖം വന്ന് പെട്ടെന്ന് എൻ്റെ അടുത്തുനിന്ന് പോയി. ആ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് അവൻ എന്നോട് പറഞ്ഞ കാര്യമോ, എനിക്കോ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ആർജി അവനായിട്ട് പറ്റിയില്ല, പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് നീ ആകണമെന്ന് പറഞ്ഞിട്ട്, എൻ്റെ ആഗ്രഹം കൊണ്ടല്ല, അവന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആർജി ആയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ എൻ്റെ ഫേസ് കാണിക്കാണ്ടിരുന്നത്. ഞാൻ എൻ്റെ ഫേസ് കാണിക്കുകയാണെങ്കിൽ അതെൻ്റെ സ്വാർത്ഥത പോലെ ആവില്ലേ, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ആർജി ആയതുപോലെ ആകില്ലേ, അവന് വേണ്ടിയിട്ട് ആർജി ആയാൽ മതി. അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ ഫേസ് കാണിക്കാത്തതെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മീരയ്ക്ക് ഒരുപാട് സങ്കടം വന്നിട്ട് കോൾ ചെയ്ത് പറയുന്നുണ്ട്, ഞാനിനി ഒരിക്കലും എൻ്റെ ഫേസ് കാണണമെന്ന് പറഞ്ഞ് പറയത്തില്ല, സോറി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം റേഡിയോ സ്റ്റേഷനിലേക്ക് മീര വന്നിട്ട് ജെയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട്. അന്നേരം അവിടെ ഫ്രണ്ടിൽ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇവിടെ ആർജയായിട്ട് വർക്ക് ചെയ്യുന്നവരുടെ പേര് ലിസ്റ്റ് എല്ലാമായിരുന്നു. അതെടുത്ത് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ജെയ്ക്കയുടെ ഫുൾ നെയിം ഇവൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നേ ദിവസം പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ആ സെയിം നെയിം ഇവൾ കാണുന്നുണ്ടായിരുന്നു. അതോടെ ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് തന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആർജെ ഇത് ജെയ്ക്ക് തന്നെയാണെന്നുള്ള കാര്യം. അതവൾ അറിയുമ്പോഴത്തേക്കും എന്തോ അവൾക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ വല്ലാണ്ടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ അവിടെ എഴുന്നേറ്റ് ഓടുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് വെച്ചിട്ട് ഇവൾ എന്തിനെങ്ങനെ എഴുന്നേറ്റ് പോകുന്നുള്ളത് ഇവനും അറിയത്തുണ്ടായിരുന്നില്ല. അന്ന് രാത്രി ഷോ ചെയ്യുന്ന സമയത്ത് മീരയുടെ കോൾ ഒന്നും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. ഇവൻ ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഫ്രണ്ട് ഇതാ നിനക്ക് ആ പെൺകുട്ടി ഒരു ഗിഫ്റ്റ് തന്നിട്ട് പോകുമെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇവന് ഒരുപാട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മീര വിളിക്കുന്നുണ്ട്. എന്താ ഇത്രയും നേരം നീ വിളിക്കാതിരുന്നത് ഞാൻ ചിന്തിച്ചേ ഉള്ളൂ. ഈ ഗിഫ്റ്റിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് നന്ദിയൊന്നും വേണ്ട, നീ ഒന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് പുറത്ത് മീര വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മീരയ്ക്ക് മനസ്സിലായെന്നുള്ളത് ഇവനും അറിയുന്നുണ്ട്. പിറ്റേ ദിവസം ജയിക്കുന്നേരം മീരയോട് വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കിതെങ്ങനെ മനസ്സിലായി, നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിനക്കും അവനും തമ്മിൽ എന്തൊക്കെയോ കുറേ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടൊരു ചെറിയ സംശയമായിരുന്നു. അങ്ങനെ ആ ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് നീ ആർജെ കാണാൻ റേഡിയോ സ്റ്റേഷനിലേക്ക് വന്ന സമയത്തായിരുന്നു നിൻ്റെ ഫുൾ നെയിം ഞാൻ കണ്ടിരുന്നത്. ആ ഫുൾ നെയിം തന്നെ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം അവരങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ വായിൽ നിന്ന് അടുത്ത് എന്തൊക്കെയോ കേൾക്കാനായിട്ട് മീര ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്നെ ജെയ്ക്ക് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡേറ്റിംഗ് ചെയ്താലും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കെന്തോ ഇത് കേൾക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നത് പോലെ അവൾ ഒപ്പം തന്നെ നോക്കി പറയുന്നുണ്ടായിരുന്നു. ഇവളിങ്ങനെ പെട്ടെന്ന് നോക്കി പറയുന്നത് ജെയ്ക്ക് വിചാരിച്ചതേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡേറ്റിങ്ങിലായിരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, അങ്ങനെ ഒരു ലോഡ് ലിസ്റ്റ് മീര ജെയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. എടി ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ട് ഒരാളെ പ്രണയിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയത്തില്ല, എൻ്റെ കുറച്ച് ആഗ്രഹങ്ങളാണ് ഇതൊക്കെയെന്ന് പറയുമ്പോൾ ആ ശരി ശരി എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവളുടെ ആഗ്രഹം കൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ ഇനി റിലേഷൻഷിപ്പായിട്ട് 2 പേരും വെക്കുന്നുണ്ട്, പിന്നെ കപ്പിൾ ഡ്രസ്സ് ഇടുന്നുണ്ട്, കൈകോർത്ത് നടക്കുന്നുണ്ട്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇവനെ കൊണ്ട് ഇവൾ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവളിപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. ഒരു ദിവസം ഇക്കാര്യങ്ങളെല്ലാം ഫ്രണ്ടിനോട് പറയുന്ന സമയത്ത്, എടി നീ ഇപ്പോൾ വേറെ ലോകത്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം, എന്താ കിസ്സിങ് ഒക്കെ നടന്നെന്ന് ചോദിക്കുമ്പോൾ, അയ്യേ നീ ഇതിന് അങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെയൊന്നും ഇതുവരെ നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അയ്യേ നീ മണ്ടിയാണോടി, അതൊക്കെയല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എനിക്കതൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നീയാണെങ്കിൽ ചില ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ, അതെനിക്കാണ് ഒറിജിനൽ ലൈഫിൽ നടക്കുന്നത്, നമ്മുടെ മുഖത്ത് എന്തോ ഇരിക്കുന്ന പോലെയൊക്കെ അവൾ പറയും. ആ സമയത്ത് നമ്മൾ പതുക്കെ ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ മതി. ആ സമയത്ത് അവർ ഒന്ന് കിസ് ചെയ്യുമെന്ന് പറയുമ്പോൾ അവൾക്കത് കേൾക്കുമ്പോൾ തന്നെ ദേഹം ഇങ്ങനെ കുളിര് കോരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ആലോചിച്ചിട്ട് ജെയ്ക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് ഇവന് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ക്ലാസ് റൂമിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. നീ കുറേ നേരം ആയാലും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ വാ നമുക്കൊരു ഫോട്ടോ എടുത്ത് വെക്കാം, ആ ഫോട്ടോ നീര് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. ഈ സെൽഫി നീ വാൾപേപ്പറാക്കി വെച്ചോ, അങ്ങനെയാണെങ്കിൽ എപ്പോഴും തന്നെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന് പറയുമ്പോൾ മീര പറയുന്നുണ്ട്, ഞാൻ വാൾപേപ്പർ ആക്കുന്നതിന് മുന്നേ ഈ ഫോട്ടോ നിൻ്റെ റൂമിൽ നീ വലിയൊരു ഫോട്ടോ ഫ്രെയിമായിട്ട് വെക്കണമെന്ന് പറയുമ്പോൾ അത് ഞാൻ വെക്കാം, അങ്ങനെയാണെങ്കിൽ നീ തന്നെ അത് വെച്ചോ, വീട്ടിലേക്ക് വന്ന് നീ വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ നീ എന്നെ വീട്ടിലേക്ക് വരാനായിട്ട് ക്ഷണിച്ചതാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ ഇവളെയും കൂട്ടിയിട്ട് ഇവൻ നേരെ ഇവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ പോയ സമയത്ത് ഇവളാണെങ്കിൽ മാക്സിമം നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു കിസ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അവനും അടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കിച്ചണിൽ ഒരു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൾ മനഃപൂർവ്വം മാവ് എടുത്തിട്ട് ഇവളുടെ മുഖത്താക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ അയ്യേ നീ ഇതെന്തേ കാണിച്ച് വെച്ചേക്കുന്ന കൊച്ചു പിള്ളേരെ പോലെ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ തുടച്ചു കൊടുക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവളിങ്ങനെ ഉമ്മ തരാൻ വേണ്ടിയിട്ട് കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അയ്യേ നീ ഇതെന്തിനാ ഇങ്ങനെ ഇരിക്കുന്നു ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇരുന്നാൽ ഉമ്മ തരുമെന്നു, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എടി ബുദ്ധൂസേ, അതൊക്കെ ഇങ്ങനെ പിടിച്ചു വാങ്ങാനുള്ളതല്ല. പിന്നെ അതൊന്നും അല്ലല്ലോ സ്നേഹമെന്ന് പറയുന്നത്. അതിനൊക്കെ അതിൻ്റേതായ സമയത്ത് അങ്ങ് നടന്നോളും. നീ വെറുതെ ഇവരുടെയും വാക്കുകളൊന്നും കേൾക്കാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം രാത്രി ഷോ നടത്തുന്ന ടൈമിൽ ചേച്ചി പറയുന്നുണ്ട് ഇതുപോലൊരു RJ ഫെസ്റ്റ് നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കണമെങ്കിൽ ഈ ഷോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക് ആ RJ ഫെസ്റ്റിലേക്ക് ഫ്രീ എൻട്രി ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ മീരയാണെങ്കിൽ തകർത്ത് ഇവിടുന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കമൻറ്റിന്മേലെ കമൻറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് JK ഇവളുടെ കമൻ്റ് എല്ലാം കാണുന്നുണ്ട്. പക്ഷെ മനഃപൂർവ്വം ഇവൻ്റെ കമൻസ് ഒന്നും നോക്കാതെ 1000 കമൻസും താഴെ വന്ന് ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ശേഷം വേറൊരു ആൺകുട്ടിയെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും മീരയ്ക്കാകെ ദേഷ്യം വന്നിട്ട് നീ ഇതെന്താ ഈ കാണിച്ചത്? ഞാൻ നിനക്ക് എന്തോരം മെസ്സേജുകൾ അയച്ചത് നീ കണ്ടില്ലേ? എത്രമാത്രം കമൻസാണ് ഞാൻ ചെയ്തത്, പക്ഷെ നീ എന്താ എന്നെ സെലക്ട് ചെയ്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ തന്നെ സെലക്ട് ചെയ്താൽ അത് ചീറ്റിംഗ് ആവത്തില്ലേ? നീ അതൊന്ന് മനസ്സിലാക്ക്. നമ്മുടെ ജോലി വേറെ, നമ്മുടെ പേഴ്സണൽ ലൈഫ് വേറെ. അത് മാത്രമല്ല ഞാൻ എപ്പോഴും നിൻ്റെ കൂടെയല്ലേ ഉള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലിയിൽ ഇങ്ങനെയുള്ള ഫ്രോഡ് വേലത്തരൊന്നും കാണിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ മീരയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ RJ ആയിട്ടാണ് അവൻ പറഞ്ഞതെങ്കിലോ ഉറപ്പായിട്ട് അവനെ കൊണ്ടുപോകാമായിരുന്നല്ലോ. പിന്നെ ഇങ്ങനെ പ്രണയത്തിലായതിനു ശേഷം ഇവൻ എന്തിനാ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നെന്ന് പറഞ്ഞ് ഇവൾ ആലോചിക്കുന്നുണ്ട്. അതുപോലെ അവളുടെ ഫ്രണ്ടിനോട് വന്ന് പറയുന്നുണ്ട് എടി എനിക്കെന്തോ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന RJയും ഞാനിപ്പോൾ ഈ സ്നേഹിക്കുന്ന പയ്യനും ഒന്നാണെന്ന് എനിക്ക് തോന്നേയില്ല. 2 പേർക്കും ഒരുപാട് വ്യത്യാസങ്ങളുള്ളതുപോലെ. RJ ആയിരുന്ന സമയത്ത് എന്ത് സ്നേഹത്തോടെയായിരുന്നു അവൻ എന്നോട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അവൻ അങ്ങനെയല്ല, എന്നോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ എടി നീ അതൊരു കാര്യം മനസ്സിലാക്കണം. RJ ആയിരിക്കുന്ന സമയത്ത് അവൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമേ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവൻ അങ്ങനെ സംസാരിച്ചു. പക്ഷേ ഇപ്പോൾ അവൻ എന്നോട് അങ്ങനെയാണോ? നിങ്ങൾ 2 പേരും പ്രണയത്തിലായിരിക്കുമല്ലേ? അപ്പോൾ പിന്നെ അവൻ എപ്പോഴും അവൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം തന്നെ കാണിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റുമോ? അതുകൊണ്ടാണ് മനുഷ്യനല്ലേ അവനും ദേഷ്യം വരുമെന്ന് പറയുമ്പോൾ ഇവൾക്ക് അപ്പോഴും എന്തോ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വളരെ വിഷമത്തിൽ നടക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന ചെക്കന്മാരാണെങ്കിൽ ഒരു ഫുട്ബോൾ അടിച്ചു വിടുന്നുണ്ടായിരുന്നു. അത് നേരെ മീരയുടെ മൂക്കിൽ വന്ന് കൊള്ളുന്നതുകൊണ്ട് അവൾക്ക് മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയത്തും JK ആണെങ്കിൽ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നീ എന്താ ഈ നടക്കുന്ന സമയത്ത് റോഡും പരിസരമൊന്നും നോക്കാത്തത്, എവിടെ ആലോചിച്ചിട്ട് നടക്കുന്ന പറഞ്ഞ് ചീത്ത പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ മീരയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. അവനങ്ങനെ ആ മുറിവിൽ മരുന്ന് വെക്കാനായിട്ടൊക്കെ വരുന്ന സമയത്ത് പ്ലീസ് നീ എൻ്റെ ദേഹത്ത് തുടരുത്, ഞാൻ ഒട്ടും ഓക്കെ അല്ല. നിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാണ്ട് തോന്നുന്നുണ്ട്, മുന്നേ പോലെ അല്ല നീ ഇപ്പോൾ. ഇത് കേൾക്കുമ്പോൾ ചിക്കിക്കൊക്കെ വല്ലാണ്ടാകുന്നുണ്ടായിരുന്നു. നീ ഇതെന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയുമ്പോൾ നീ ഒരുപാട് മാറി JK. നീ എന്നോട് സംസാരിച്ച സമയത്തുള്ള ആളെ അല്ല നീ. അപ്പോഴൊക്കെ നീ എന്നോട് എന്ത് സ്നേഹമാണ് കാണിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ നീ ഇങ്ങനെയല്ല, എന്നോട് ഒരുപാട് വഴക്ക് പറയുന്നു. ഇപ്പം ഈ മുറിവ് പറ്റിയ സമയത്ത് നീ RJ ആയിരുന്ന സമയത്താണെങ്കിൽ എന്നോട് എൻ്റെ സ്നേഹത്തിൽ സംസാരിച്ചേനെ, എനിക്ക് വന്ന് എൻ്റെ സ്നേഹത്തോടെ മരുന്ന് വെച്ച് തന്നേനെ. പക്ഷേ ഇപ്പം നീ എന്നോട് പറഞ്ഞത് എന്താണ്? നിനക്ക് കണ്ണില്ലേ, മൂക്കില്ലേ, റോഡ് നോക്കി നടക്കാനായിട്ട് പാടില്ലെന്ന് പറഞ്ഞിട്ട് ഇത്ര എന്നെ ചീത്ത പറഞ്ഞില്ലേ? എങ്ങനെയൊന്നും അല്ലായിരുന്നു നീ. എനിക്കെന്തോ ഇത് ഓക്കെ ആവുമെന്ന് തോന്നില്ല എന്ന് പറയുമ്പോൾ മീര ഇതാണ് ലൈഫ് എന്ന് പറയുന്നത്. നീ വേറെ ഏതോ ലോകത്താണ് ജീവിക്കുന്നത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. RJ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ മറ്റുള്ളവരോട് പറയാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ നീ എനിക്ക് അങ്ങനെയാണോ? എപ്പോഴായിരുന്നിരുന്നാലും ഭാവിയിൽ നീ എൻ്റെ ഭാര്യയായിട്ട് വരാനുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളുടെ മുന്നിൽ എപ്പോഴും എനിക്ക് പോസിറ്റീവായിട്ട് സ്നേഹത്തോടെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ഒരു മനുഷ്യനാകുമ്പോൾ അവർക്ക് ദേഷ്യവും വരും, സ്നേഹവും വരും. അതൊക്കെ നീ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരാളുടെ എല്ലാ സ്വഭാവങ്ങളും അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അവരുടെ പൂർണ്ണ മനസ്സോടുകൂടി അവരെ സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ കേട്ട സ്ഥിതിക്ക് എനിക്ക് മനസ്സിലായി നീ എന്നെ സ്നേഹിക്കുന്നേ ഇല്ല. ഇത്ര ബുദ്ധിമുട്ടി നീ എന്നെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നീ പറഞ്ഞില്ലേ എൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ നീ ഒട്ടും ഓക്കെ അല്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ശല്യം ചെയ്യാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് നല്ലത്. നമുക്ക് ഇവിടെ വെച്ച് നിർത്താനില്ല. എനിക്കെന്തോ ഇത് ഓക്കെ ആവുമെന്ന് തോന്നുന്നില്ല. വേണ്ടാന്ന് തോന്നിയാൽ അപ്പം തന്നെ നിർത്താൻ നല്ലതെന്ന് പറഞ്ഞിട്ട് മീരയും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ അടിച്ച് പിരിയുന്നുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം മീര നേരെ കോളേജിലേക്ക് വരുന്ന സമയത്ത് കോളേജിൽ ഒരു ചെക്കൻ അവനായിരുന്നു അന്നൊരു ദിവസം രാത്രി JK നേരെ റേഡിയോ സ്റ്റേഷനിൽ വരുന്ന സമയത്ത് അവിടെ ഒരു RJ ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇവൻ്റെ മുഖാകെ വല്ലാണ്ടായെന്ന് പറഞ്ഞില്ലേ, ആ പയ്യനായിരുന്നു കേട്ടോ. അവനും ആ JK തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അവൻ ഈ സെയിം കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്. അവൻ നേരെ മീരയുടെ അടുത്തേക്ക് വന്നിട്ട് മീര ഇതാ കുറച്ച് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് വരുന്ന JK ആണെങ്കിൽ മനഃപൂർവ്വം തട്ടിയിടുന്നുണ്ടായിരുന്നു.
അവനിങ്ങനെയൊക്കെ തന്നെയാ, നീ അത് വലിയ കാര്യമൊക്കെ ഉണ്ട്, ഇത് ചോക്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ജേക്ക് ഇത് കേട്ടുകൊണ്ട് വന്നിട്ട് നീ എന്തിനാടാ എന്നെക്കുറിച്ച് സംസാരിക്കുന്നത്, വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നീ പോരുത്, നീ എന്തിനാ ഇവർക്ക് ഇപ്പോൾ ചോക്ലേറ്റ് കൊടുക്കണം പറഞ്ഞ് തട്ടി കയറുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നല്ല ദേഷ്യത്തിലായിരുന്നു മീര എന്ന് പറയുന്നത്. അവൾക്കാണെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്, മേൽ എൻ്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് വന്നു പോരുത്, എന്നോട് ആര് സംസാരിക്കണമെന്നോ എപ്പോൾ സംസാരിക്കണമെന്ന് തീരുമാനിക്കുള്ളത് ഞാനാണ്, എൻ്റെ ഇഷ്ടമല്ലേ ഞാൻ നോക്കേണ്ടത്, അതുകൊണ്ട് നീ ഇതിനകത്തൊന്ന് ഇടപെടണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. ജേക്കിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് അവനോട് പോകുന്നുണ്ടായിരുന്നു. അന്നേരം ഈ അടുത്ത് നിൽക്കുന്ന ചെക്കൻ പറയുന്നുണ്ട്, നീ വെറുതെ അവനോട് ദേഷ്യപ്പെടണ്ട, അവന് എന്നോട് നല്ല ദേഷ്യമുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ കിടന്ന് പറയുന്നത്. അപ്പോഴായിരുന്നു അവനൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അന്നൊരു ദിവസം ഇവൻ്റെ ഒരു ഫ്രണ്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അന്നേ ദിവസം ഇവർ 3 പേരും, അതായത് ഈ ചെക്കനും ജേക്കിയും ആ മരിച്ചുപോയ ഫ്രണ്ടും ആയിരുന്നു റേഡിയോ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നൈറ്റ് മുഴുവനും ഷോ ചെയ്തത് കൊണ്ട് തന്നെ ആ ഫ്രണ്ടിന് എന്തോ എടാ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാനെന്നാൽ വീട്ടിലേക്ക് പൊക്കോട്ടെ, എനിക്കിനി ഇരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ ഒപ്പം വരാമെന്ന് ചേച്ചി പറയുന്നുണ്ട്. ഉടനെ ഈ കോളേജിൽ ഇപ്പോൾ പഠിക്കുന്ന ചെക്കൻ പറയുന്നുണ്ട്, നീ കൂടെ പോയാൽ ഈ വർക്കൊക്കെ ആര് കംപ്ലീറ്റ് ചെയ്യും, അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ ഒപ്പം നിന്നിട്ട് ഈ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫ്രണ്ടിനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടുമ്പോഴായിരുന്നു ഒരു ആക്സിഡൻറ്റ് വന്നിട്ട് മരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉത്തരവാദി ഈ ചെക്കനാണെന്നാണ് എപ്പോഴും ജേക്ക് പറയുന്നുള്ളത്. അന്ന് ജേക്ക് അവൻ്റെ ഒപ്പം പോകാനായിട്ട് അനുവദിച്ചിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുമായിരുന്നു എന്നൊരു ചിന്ത എപ്പോഴും ജേക്കയുടെ ഉള്ളിലുണ്ടായിരുന്നു. അതിനുശേഷം എന്തോ ഈ ഫ്രണ്ടിനോട് അവന് മിണ്ടത്തേ ഉണ്ടായിരുന്നില്ല. അക്കാര്യങ്ങളൊക്കെ മീര അറിയുന്ന സമയത്ത് അവൾക്കൊന്ന് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. പാവം ആരും ഇല്ലാതിരുന്നതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ തോന്നുന്നത്, ഞാനും ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ലായിരുന്നു പറഞ്ഞിട്ട് അവനിങ്ങനെ ഒറ്റപ്പെടുത്തി ഓർക്കുമ്പോൾ അവൾക്ക് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ RJ ഫെസ്റ്റ് വരുന്നുണ്ടായിരുന്നു. മീര ജേക്കിയോട് പറയാതെ അവിടേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് ജേക്ക് മീരയെ കാണുമ്പോൾ തന്നെ അവന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അവൻ്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട് പറയുന്നുണ്ട്, മീര ഈ നടക്കുന്ന പ്രോഗ്രാം എന്താണെന്ന് നിനക്ക് അറിയാവോ, ഹൊറർ ഫെസ്റ്റ് ആണ്, നിനക്ക് അവിടേക്ക് വരുമ്പോൾ നല്ല പേടിയല്ലേ, പേടിക്കാതെ കൊണ്ടുപോകാനായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ പിടിക്കാം വാ എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോയ്യോ ഞാൻ ആലോചിച്ചില്ല ജേക്ക് നിൽക്കുമല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാന്ന് പറയുമ്പോൾ ജേക്കിക്ക് അതൊരു അത്ഭുതമായിരുന്നു. ഈ നിൽക്കുന്നവരൊക്കെ മേക്കപ്പിട്ടാണ് നിൽക്കുന്നതെങ്കിലും മീരയ്ക്ക് നല്ല പേടിയായിരുന്നു അതിനിടയിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത്. അവൾ പെട്ടെന്ന് പേടിച്ചോടി വരുന്ന സമയത്ത് ഇവളെ നോക്കി ജേക്കി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്ത് പറ്റി, പേടിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇത്ര ധൈര്യത്തോടെ നടന്നു വന്നെന്ന് ചോദിക്കുമ്പോൾ അത് നീയല്ലേ എന്നോട് പറഞ്ഞത്, എപ്പോഴും പേടിയെന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് ലൈഫിൽ സർവൈവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന്, ഒറ്റപ്പെട്ട് പോയാലും ജീവിക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ധൈര്യം സംഭരിച്ച് വന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയം അവിടെ അവൻ്റെ ഫ്രണ്ടിനെ കാണുമ്പോൾ അവന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ്റെ മുഖം മാറിപ്പോകുന്നത് കണ്ടിട്ട് മീര പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിൻ്റെ ഫ്രണ്ട് മരിച്ചു പോയതിന് ഉത്തരവാദി അവനല്ല. അവൻ എന്ത് ചെയ്തു, അവനാണോ അവനെ കൊന്നത്, അല്ലല്ലോ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും വർഷം നിൻ്റെ ഫ്രണ്ടായിരുന്ന അവനെ നീ ഇങ്ങനെ വിഷമിപ്പിച്ചത്. ഒരു കാര്യം നീ ചിന്തിക്കണം, നിങ്ങളിങ്ങനെ പിണങ്ങിയിരിക്കുന്ന സമയത്ത് നിൻ്റെ മരിച്ചുപോയ ഫ്രണ്ട് ഇത് കാണുമ്പോൾ അവൻ എന്തുമാത്രം വേദന തോന്നുമെന്ന്. അതുകൊണ്ട് ആ പിണക്കം എല്ലാം മറന്ന് നീ അവനോട് സംസാരിക്കണം. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇതൊക്കെ നീ വെറുതെ ആലോചിച്ച് കൂട്ടിയ കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ അവനായിരുന്നു തെറ്റുകാരനെന്ന് അവൻ അപ്പോഴായിരുന്നു മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവൻ്റെ ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. വെറുതെ അവനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്ന സമയത്ത് അവൻ ഇവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ 2 ചിരിയോടുകൂടെ അവരുടെ പിണക്ക അവിടെ അവസാനിക്കുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് കറണ്ട് പോകുന്നുണ്ടായിരുന്നു. മീരെ പെട്ടെന്ന് പേടിച്ചിട്ട് ജേക്കയുടെ കൈ ഇങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ നിനക്ക് പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്ത് പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടി കാണുമല്ലോ. സോറി കേട്ടോ, ഞാൻ നിന്നെ മനസ്സിലാക്കാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി, അതെൻ്റെ ഭാഗത്തുള്ള തെറ്റാ. സോറി എന്ന് പറയുമ്പോൾ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാനും നിൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കിയില്ല, എന്തോ ഞാൻ വളർന്നു വന്ന സാഹചര്യം അതായതുകൊണ്ടായിരിക്കാം, സോറി. നിന്നെ ഞാനും കാര്യമൊന്നും അറിയാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. നിൻ്റെ വിഷമങ്ങളെല്ലാം അന്ന് എന്നോട് പറഞ്ഞ സമയത്തെങ്കിലും എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. അങ്ങനെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചെക്കി പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെയും ഒന്ന് സ്റ്റാർട്ട് ചെയ്താലെന്ന് ചോദിക്കുമ്പോൾ അവളും അതിന് ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ 2 പേരും അവിടെ പിന്നെയും അവരുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ മീര നേരെ ജേക്കയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് അച്ഛൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്ന് ഇവനെ കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ടാന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇത് എപ്പോൾ തുടങ്ങി ഈ സ്നേഹം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അത് പിന്നെ അച്ഛനും അമ്മയും പണ്ട് സ്നേഹത്തിലായിരുന്ന സമയത്ത് ഫ്രണ്ടാന്നല്ല എല്ലാവരോടും പറഞ്ഞിരുന്നത്, അതങ്ങനെ കൂട്ടിയേ മതി എന്ന് പറഞ്ഞിട്ട് മീരയും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ഏത് സ്കൂളിലാണ് പഠിച്ചത്, എത്ര മാർക്കാണ് മേടിച്ചത്, ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് എത്ര മാർക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യത്തിന്മേൽ ചോദ്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് മീരയുടെ വീടിൻ്റെ അടുത്തൊരു ചെക്കറുണ്ടല്ലോ, ജേക്ക് ഇഷ്ടമില്ലാത്തൊരു പയ്യൻ, അവൻ അവിടെ കയറി വന്നിട്ട് അങ്കിൾ ഇവനെ വിശ്വസിക്കരുത്, ഇവൻ ഫ്രോഡാണ്, അന്ന് മീരയെ ലിഫ്റ്റിൽ വെച്ച് കിസ് ചെയ്യാൻ പോയി ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ വളവളാന്നങ്ങളെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിനപ്പുറം പിന്നെ ജേക്കിക്ക് അവിടെ ഇരിക്കാനായിട്ട് പറ്റാതെ അതോടെ അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇവൻ നല്ലൊരു പയ്യനാന്നുള്ളത് അച്ഛനും അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജേക്കിക്ക് കോളേജിലെ ഒരു കാര്യങ്ങൾ നേരെ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. 3 മണിക്ക് ഷോ ആയത് കാരണം കോളേജിൽ വന്നാൽ ഉറങ്ങാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ്റെ ഷോ ടൈം ഇപ്പോൾ മാറ്റിയിട്ടുണ്ടായിരുന്നു, അതായത് ഈവനിങ് ടൈമിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പം അവൻ്റെ ഫേസ് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഇവൻ്റെ കുറേ ഫാൻ ബേസ് ആയിട്ടുള്ള പെൺകുട്ടികൾ
റേഡിയോ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഇവന് ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ മീരയ്ക്ക് ചെറുതായിട്ടൊരു കുശുമ്പ് തോന്നുന്നുണ്ട്. അവൾ അങ്ങനെ പിണങ്ങി നിൽക്കുന്ന സമയത്ത്, ഞാൻ പറഞ്ഞിട്ടല്ലേ നീ ഷോ ടൈം ചേഞ്ച് ചെയ്തത്, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. 3 മണിക്ക് നീ ഷോ ചെയ്ത സമയത്ത് ഞാൻ മാത്രമായിരുന്നു നിനക്ക് ഫാൻ ഗേൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരുപാട് സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇത്രയും പെൺകുട്ടികൾ വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ നീ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? അത്രയും പെൺകുട്ടികൾ വന്നിരുന്നാലും നിന്നെപ്പോലെയാണോ എനിക്ക് അവരെല്ലാവരും? 2 മണിക്കൂർ ഷോ കഴിഞ്ഞാൽ അവിടെ അവസാനിച്ചു ഫാൻസ് എല്ലാം. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഞാൻ നിനക്ക് സ്വന്തമല്ലേ എന്ന് പറയുമ്പോൾ മീരയ്ക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ അവളുടെ നെറ്റിലൊരു ഉമ്മ കൊടുക്കുന്നതോടുകൂടി ഈ ഡ്രാമ അവസാനിക്കുകയാണ്. നല്ലൊരു ഡ്രാമയല്ലേ, കണ്ടുകൊണ്ടിരിക്കാനും നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറയണം കേട്ടോ. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയണം. അപ്പോൾ നമുക്ക് അടുത്തൊരു ഡ്രാമയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.